നമ്മൾ നമ്മുടെ എയർ ഫ്രയർ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് NTTF ഇത് ഗിഫ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ പേരെന്താ, ഗ്ലെൻ. അപ്പോൾ ഈ ഒരു ബ്രാൻഡാണിത്. സോ ഇവിടെ ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്, ഹൗ യു ക്യാൻ യൂസ് ഇറ്റ്, ഏതൊക്കെ ഡിഷസ് നമുക്ക് എത്ര മിനിറ്റ് എത്ര സെൽഷ്യസ് നമുക്ക് ബേക്ക് ചെയ്യാമെന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം ആദ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ ബിഫോർ ദാറ്റ് വി ഹാവ് ടു എംറ്റി ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഒരു 200 സെൽഷ്യസിൽ ഡിഗ്രിയിൽ നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പം അതിനകത്തുള്ള എന്തെങ്കിലും മോയ്സ്ചറോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറും. അതായത് ഒരു 10 മിനിറ്റ്സ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാനിപ്പോൾ ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പൊട്ടാറ്റോ ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ആൻഡ് ഈവൻ ഐ ആം യൂസിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം എങ്ങനെയാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് ഞാനൊരു 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. സോ ഞാനിപ്പോൾ വെഡ്ജസ് പോലെയല്ല, ബിക്കോസ് ഞാൻ സ്കിൻ എടുത്ത് കഴിഞ്ഞു. പിന്നെയാണ് ഐ തോട്ട് ഓക്കെ ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണ് എണ്ണ ഇടാം. ദെൻ കുറച്ച് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത്, അതായത് മാരിനേറ്റ് ചെയ്തൊന്ന് വയ്ക്കാം. ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ്, ആൻഡ് ഐ എം ആഡിങ് 1/2 ടീസ്പൂൺ ഓഫ് ഓയിൽ. ഇത് നമുക്കിതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. സോ കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കണമെങ്കിൽ ആക്ച്വലി ദിസ് എയർ ഫ്രയർ ഇസ് ഗുഡ്. ആൻഡ് നമ്മൾ അധികം എണ്ണയും യൂസ് ചെയ്തില്ല. അപ്പം ഇറ്റ് ഈസ് ഹെൽത്തിയർ. ആൻഡ് ഇതിനകത്ത് നമുക്കിനി കുറച്ച് മുളക് പൊടി ഇടാം. ദെൻ യു ക്യാൻ ആഡ് കുറച്ച് മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ലേശം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം അല്ലേ കുഞ്ഞ? ലേശം ജീര ആൻഡ് മിക്സ് ചെയ്യാം. സോ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് കുരുമുളക് പൊടിക്കട്ടെ. സോ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ദാറ്റ്. ബട്ട് ഹിയർ എൻ്റെ കയ്യിൽ ഞാൻ ചതച്ചതാണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓപ്ഷണൽ. സോ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യും. നമുക്കിനി കുറച്ച് നേരം ഇതൊന്ന് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് പ്രീ ഹീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. ഐ ക്യാൻ ഫീൽ ദാറ്റ്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ഈ പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ലെറ്റ്സ് സീ എങ്ങനെയാണെന്ന്. ഇങ്ങനെ ഓരോന്നോരോന്ന് ഫുള്ളായിട്ടിട്ട് കൊടുക്കാം. ഇത് ആദ്യത്തെ ശ്രമമാണ് എൻ്റെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വീട്ടിലും ഈ ഒരു സംഭവമുണ്ട്. ഇപ്പം എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടതല്ലേ. സോ നമ്മൾ ഈ വർക്കിംഗ് വിമനൊക്കെ ഇങ്ങനൊരു സംഭവം ഭയങ്കര ഉപകാരമാണ്. ആൻഡ് ആഫ്റ്റർ ഓൾ നമുക്ക് എണ്ണ അധികം യൂസ് ചെയ്യണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ ആ എണ്ണ പിന്നെ വറുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ എണ്ണ എന്ത് യൂസ് ചെയ്യണം, പിന്നെ റീയൂസ് ചെയ്തിട്ട് ഹെൽത്തിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഐ തിങ്ക് സോ ഇതിപ്പം മിക്ക ഹോട്ടൽസിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെനിക്ക് തോന്നുന്നു വേറെ രീതിയിലുള്ള കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ വരും. വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഓഫീസിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ ചെറിയ ഡിജിറ്റൽ ഫ്രയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് വെച്ചിട്ട് ആൻഡ് ഇതിന് വന്നിട്ട് എത്ര ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിലേക്ക് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഐ ആം ജസ്റ്റ് ഗോണ
keep it inside. So ഇത് ഉള്ളിലേക്ക് okay, and then after that you need to plug. അപ്പോൾ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. സോ ഞാനിനി ഇത് പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. ഇത് ഓൺ ചെയ്തു. ആൻഡ് ഇതിപ്പോൾ വെഡ്ജസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് നമ്മൾ ഒരു 180 ടെമ്പറേച്ചർ വെക്കണം, അല്ലെങ്കിൽ യു ക്യാൻ കീപ് 200. ഈ സൈഡിലുള്ളത് നമ്മുടെ ടൈം സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇറ്റ് ഈസ് 180, ഐ ക്യാൻ കീപ്പ് ഇറ്റ് 200. സോ 200 വെച്ചിട്ട് ആൻഡ് ഒരു 16 മിനിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഇനിയും എങ്ങനെയായിരിക്കും എന്ന്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഓക്കെ, ഞാനും ആകാംക്ഷയിലാണ് എങ്ങനെയാണ്, ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഓൺ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. എല്ലാവരും ഇവിടെ ആകാംക്ഷയുടെ വെയിറ്റിങ്ങിലാണ്. നമ്മളുടെ ഇത് റെഡി ആയിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ. ഓ വാവ്, അടിപൊളി. ലുക്ക് കുഞ്ഞ, ചൂടുണ്ട്. ഓക്കേ, നൈസ്. ഒന്ന് കഴിച്ചു നോക്കിക്കേ. ചൂടാ. നോക്കൂ കുഞ്ഞ, ചൂടാണേ. തരാം. വെയിറ്റ്. യാ, സോ ക്രിസ്പി. ഉള്ളൊക്കെ നീ ഒന്ന് കഴിച്ച. ചൂടുണ്ടേ. കഴിച്ച. എങ്ങനെയുണ്ട്? കൊള്ളോ, ഉള്ളി ചൂടുണ്ടല്ലേ. സോ ചേട്ടൻ കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. വെന്തിട്ടൊക്കെ ഉണ്ടല്ലേ. അടിപൊളി അല്ലേ? കണ്ടോ എത്ര ഈസിയാന്ന് നോക്കിക്കേ. നമുക്ക് അധികം എണ്ണ ചിലവില്ല, അല്ലെങ്കിൽ ആ എണ്ണ നമ്മൾ റീയൂസ് അപ്പം വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വേഗം പോയി മേടിച്ചോ. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എയർ ഫ്രയർ, ദാറ്റ് ഇസ് ഡിജിറ്റൽ ഫ്രയർ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.